അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസൃതമായ ഒരു ജീവിതം നയിച്ചവർക്ക് സ്വർഗത്തിൽ വിരുന്നു കൊടുക്കുന്നൊരു ദിനം വരാനുണ്ട്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ നുസുലിലെ നുസലാവുകളായി അവിടുത്തെ വിരുന്നുകാരായി വരാൻ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. കർമ്മങ്ങൾ കുറഞ്ഞവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, അറിവില്ലാത്തവരാണ് റബ്ബേ. നീ നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേഷത്തിലും സംസ്കാരത്തിലും സ്വഭാവങ്ങളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാളും അള്ളാഹുവിന്റെ നേർവഴിയിലേക്ക് മനുഷ്യർക്ക് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്നവരെക്കാളും ഏറ്റവും നല്ല ജോലി ചെയ്തവരാരാണ്? ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ സ്വന്തം വേഷവിധാനങ്ങളിലും സംസ്കാരത്തിലും വാക്കുകളിലും ഒരു മുഅ്മിനിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചവനേക്കാളും അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ദീനിന്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുകയും ചെയ്തവരെക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? അവർക്കൊക്കെയാണ് ഈ സ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കരുത്.